പിണങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് പരിസരവാസികൾ പ്രതിഷേധിക്കുന്നത്. സ്കൂൾ വളപ്പിൽ കൃത്യമായ ഡ്രെയിനേജ് സൗകര്യം ഒരുക്കാത്തതിനാൽ മഴ പെയ്യുമ്പോൾ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കുത്തിയൊഴുകുന്നുവെന്നാണ് പരാതി. 20-ലധികം വീടുകൾ ഇപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ഇതൊരു കുന്നിൻ പ്രദേശമാണ്. ഏറ്റവും ടോപ്പിലാണ് ക്യാമ്പസ് ഉള്ളത്. അതിൻ്റെ താഴെ ഭാഗത്താണ് ഈ വീടുകളൊക്കെ ഉള്ളത്. ആ വീടുകൾക്ക് സുരക്ഷിതം വേണം, അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങിന് സുരക്ഷിതം വേണം. വർഷങ്ങളായി വെള്ളം കുത്തിയൊഴുകി സമീപത്തെ പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നല്ല മഴ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വരുന്നത്. ഞങ്ങൾ പല പ്രാവശ്യമായിട്ടും 10-25 വർഷമായിട്ട് ഞാൻ അവിടെ പോയിട്ട് നിരന്തരം അവരോട് പറയുന്നതാണ്. വീടിന് കേട് പറ്റിയിട്ടുണ്ട്, ഒക്കെ പൊട്ടി തറയൊക്കെ അമർന്ന് കിടക്കുന്നുണ്ട്. ഉള്ളിലും അതേപോലെ തന്നെ പുറത്തും ചുമരെല്ലാം പൊട്ടി വീണ്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ ഈ വെള്ളപ്പാത്തിൽ കൊണ്ട് ഞാൻ ഒരുപാട് പൈസ ഉപയോഗിക്കില്ല. എൻ്റെ അടുക്കള ഭാഗം ബാത്റൂം എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ റമദാൻ നോമ്പിന് 8 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഞാൻ വീണ്ടും അടുക്കളയും ബാത്റൂം കെട്ടേണ്ടി വന്നു. പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് അവഗണിക്കുകയാണെന്നും പരാതിയുണ്ട്. ഡ്രെയിനേജിനോടൊപ്പം താഴെ ഭാഗത്ത് ഒരു 10-15 സെൻറ്റ് സ്ഥലം വയൽ പാട്ടത്തിനെടുത്തുകൊണ്ട് കൃഷിക്കാർക്കും കൂടെ ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ ഒരു കുളം ഉണ്ടാക്കിയിട്ട് ആ കുളത്തിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനും അതിന് ഓവർഫ്ലോ ആയിട്ട് തോട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം താഴെയുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും മെമ്പർ എന്നുള്ള നിലക്ക് ഞാൻ തയ്യാർ ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ കൊടുത്തിട്ട് ഏകദേശം 1 വർഷത്തോളമായി. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്ത് പോവുക എന്നല്ലാതെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു സമയം വരെ എന്ത് ചെയ്തിട്ടില്ല. അവർ ഒരു നടപടിക്രമങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. കാരണം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒരു പരീക്ഷ നടക്കുന്നുണ്ട്, അതിപ്പോൾ മുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഹയർ സെക്കൻഡറിൻ്റെ ഓഫീസ് തുറക്കുന്നില്ല. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഞങ്ങൾ പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ വിഷയമുണ്ട്. ഇപ്പോൾ സലാം സാറും ഓഫീസ് സ്റ്റാഫൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിൽ നമ്മുടെ കൺസേൺ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.